ഹായ് ഗായ്സ്, അപ്പോൾ ഇത് ഞാൻ ട്രിപ്പിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു വ്ളോഗ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് അറിയാമല്ലോ, മൊത്തത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നല്ലൊരു മടിയുള്ള ഒരു കാര്യമാണ് എനിക്ക്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ 3 മാസത്തോളമായി. അപ്പോൾ ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഡൽഹി എത്തി. ഡൽഹിയിൽ എന്തോ ബന്ധോ അങ്ങനെ എന്തോ കാര്യമാണ്. അപ്പോൾ ലേറ്റായിട്ടാണ് എണീച്ചതും അതുതന്നെ ലേറ്റായിട്ട് തന്നെയാണ് കിടന്നതും. അപ്പോൾ രാവിലെ എണീച്ച് തണുപ്പിനൊരു രക്ഷയില്ല, സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കാണ് എണീച്ചത്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പങ്ങ, ഞാൻ ചെന്നപ്പോഴേക്കും തന്നെ പപ്പങ്ങ വേറെ സെറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പപ്പങ്ങ ഉണ്ടായിരുന്നു. ഈ എടുക്കണതൊക്കെ വെറുതെ ഷോക്ക് മാത്രമുണ്ട്, തിന്നലൊക്കെ ഒന്നും ഉണ്ടാവില്ല, വെറുതെ കണക്കാണ് ഇതൊക്കെ എടുക്കൽ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ചായ മസ്റ്റാണ്. പിന്നെ ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, അതെടുത്ത്. പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ പീസ് ഇട്ടുള്ള കറിയാണ്. ഫുഡൊക്കെ ഏകദേശം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ബൂരിയും മറ്റേ ഉരുളക്കിഴങ്ങ് കറിയും എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പഴമൊന്നും തിന്നില്ല കേട്ടോ. പഴമൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാൻഡ്വിച്ച് 2 ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഞാൻ തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് നല്ല പിടിയെന്ന് വെച്ചാൽ നല്ല അമ്മാതിരി പിടിയെന്ന് വെച്ചാൽ വീട്ടിൽ എങ്ങനെയെങ്കിലും സേഫായിട്ട് എത്തണം. ഫുഡ് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഡൽഹിയിലെ ഫുഡും നമുക്ക് വലിയ കണ്ട് എത്ര പിടിക്കുന്നില്ല. പിന്നെ ഈ ബ്രെഡും അതും പിന്നെ ഈ എഗ്ഗും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് തട്ടിക്കൂട്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഞാൻ ചായ ഇറുതി കുടിക്കാനായിട്ട് പേടിയായിരുന്നു. എനിക്ക് വെച്ചാൽ വയറിന് വല്ല പണി കിട്ടുമല്ല. അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തർ റൂമിൽ പോയി കുറച്ച് നേരം ഇരിക്കും, പിന്നെ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ ആകെ വയ്യാണ്ടായിട്ടോ, ഇങ്ങനെ വയറിനും പണി, ഛർദ്ദലും ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത്തിരി നേരം പോയി കിടന്നപ്പോഴേക്കും കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് വന്ന് കിടക്കലും വിളി വരലും ഒപ്പമായിരുന്നു കേട്ടോ. എന്താണ് റെഡി ആയിക്കോ, പോകാനായിട്ട് ടൈമായി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റാണ് എന്ത് ചെയ്തത്, ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. കോള് വന്നുകൊണ്ടിരിക്കണേന്ന് ഇറങ്ങുന്നത് വെച്ചിട്ട് നമ്മളാണ് ലാസ്റ്റ് കഴിച്ചതും. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ലാസ്റ്റ് തന്നെ ഇറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പാക്ക് ചെയ്യണം, അത് വേറെ കാര്യം. റൂമൊക്കെ ആകെ കൊളായിരിക്കണേണ്. ജാക്കറ്റിലാണ്ട് എന്തായാലും പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് കട്ടിയുള്ളത് വേണമല്ലോ. അപ്പോൾ അതിന് ജാക്കറ്റ് പിന്നെ ഉള്ളിൽ വേറൊരു ഇന്നറും കൂടിയൊക്കെ ഇട്ടിട്ടാണ് ഡ്രസ്സ് ചെയ്തേക്കണത്. പിന്നെ സാധാരണ ലിപ്സ്റ്റിക്ക്, മോയ്സ്ചറൈസറും ലിപ് ബാമും നിർബന്ധമാണ്. ഷൂസിലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, തണുത്ത് കാലൊക്കെ. ബിരിയാണി വന്നു ഗായ്സ്. പിന്നെ ഇത് കണ്ടപ്പോഴാണ് ഏറ്റവും സമാധി, കേരള ഹോട്ടലിൽ കണ്ടപ്പോഴാണ് ഏറ്റവും സമാധാനം എന്ന് വെച്ചാൽ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണിയും പിന്നെ അതിൽ മുട്ടയുണ്ട്, കച്ചമ്പർ, പപ്പടം, അച്ചാറൊക്കെ ആയിരുന്നു. സാധനം കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പാലക്കാടൻ മട്ട റൈസ് വെച്ചൊരു ബിരിയാണി. പാലക്കാടിൻ്റെ ഒരു ബിരിയാണിയാണ് സംഭവം. പക്ഷെ നമുക്ക് അതിൻ്റേതായ ചെറിയ ഫ്ലേവറൊക്കെ കയറി വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഒരു സമാധാനമായിട്ട് ഒരു ഫുഡ് കഴിച്ചില്ല, അത് തന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് ഡേയുടെ ടൈം ആവുന്നത് കൊണ്ട് റെഡ് ഫോർട്ടും ഈ ഇന്ത്യ ഗേറ്റൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പുറത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ മറ്റേ ചാത്തീൻചാക്ക് എന്ന് പറയുന്ന എന്തോ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജമാ മസ്ജിദിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറേയൊക്കെ കാഴ്ച കണ്ട് ഇവിടെ ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വട്ടം പ്രാവശ്യം വന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഇതാണല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പിന്നെ നിന്നത് ലാസ്റ്റായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു റെഡി ആവാനായിട്ട്, ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള അതിനൊക്കെ വേണ്ടിയിട്ട് തിരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴേക്കും ഇവിടുന്ന് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലോട്ട് പോയി. ഹോട്ടലിൽ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ ഈ മാർക്കറ്റിലോട്ട്, വലിയ ദൂരമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കൊച്ചിയിലുള്ള വിശാലൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടോ. വിശാൽ, നമ്മളിവിടെ തൊട്ടടുത്ത വിശാൽ മാർട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പോകുന്ന ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ജാക്കറ്റും ക്യാപ്പും ഒക്കെ ഇട്ടിട്ടാണ് നടന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അവിടുന്ന് തണുപ്പത്ത് ഐസ്ക്രീം, അതൊന്നും ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ ഐസ്ക്രീമിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം കടയൊക്കെ പൂട്ടി തുടങ്ങി. അങ്ങനെയൊന്നും ആരുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഇല്ല ചെറിയ ആൾക്കാരൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അത് കണ്ടിക്കൊണ്ടിരുന്നത് കുറച്ച് നേരം.
പിന്നെ രാത്രിത്തെ ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും സാലഡാണ്. എനിക്ക് തീരെ ഇഷ്ടമായില്ല. പിന്നെ ആകെ കൊള്ളാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലഡും പിന്നെ ചിക്കൻ പൊരിച്ചതും ചെറിയ കഷ്ണേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റല്ല സെക്കൻഡ് ഡേ ആണ് ലാസ്റ്റിൻ്റെ. പിന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണമല്ലോ, പിന്നെ എല്ലാം വലിച്ചു വാരി ഇട്ടാണ് ഒതുക്കാൻ നിൽക്കണത്. പിന്നെ പോയി വന്നതിൻ്റെ ക്ഷീണമൊക്കെ കൊണ്ട് നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എ ഡേ ഇൻ മൈ ഡൽഹി ലൈഫ് എന്ന് പറയാനായിട്ട്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.